ഗവൺമെന്റ് ജോബ് ഉള്ള ഒരാളെയാണോ പ്രൈവറ്റ് ജോബ് ഉള്ള ഒരാളാണോ ഇപ്പോഴത്തെ പെൺകുട്ടികൾ കല്യാണം കഴിക്കാൻ പ്രിഫർ ചെയ്യുക? ഇതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. അപ്പം നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളുടെ ഒരു മക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സഹോദരിക്കോ ഗവൺമെന്റ് ജോബ് ഉള്ള ഒരാളെയാണോ പ്രൈവറ്റ് ജോബ് ഉള്ള ഒരാളെ കൊടുക്കണമെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തുകൊണ്ടാണെന്നുള്ളതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാവരും ഗവൺമെന്റ് ജോബ് ഉള്ളവരാണ് ചൂസ് ചെയ്യണം. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നും നിങ്ങൾ പറയാം. ആൾക്കാർക്ക് ചോദിച്ചു നോക്കാം എന്താണ് അവരുടെ പറയണമെന്ന് ഒക്കെ അവരോട് തന്നെ ചോദിച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗവൺമെന്റ് ജോബ് ഉള്ള ഒരാളെയാണോ പ്രൈവറ്റ് ജോബ് ഉള്ള ആളാണോ നിങ്ങൾ പ്രിഫർ ചെയ്യുക കല്യാണം കഴിക്കാൻ? രണ്ടുപേരെയും താല്പര്യമില്ലെങ്കിലോ? പിന്നെ അതിപ്പോ നമുക്കിപ്പോ ഒരാളെ ഇഷ്ടപ്പെട്ട അവരായിട്ട് കമ്മിറ്റഡ് ആവാം. എന്നാലും നിങ്ങളുടെ ഒരു പാർട്ട്ണറിന് ജോബ് വേണമെന്ന് ഇല്ല? അത് ആവശ്യമുണ്ട്, പക്ഷെങ്കിൽ അതപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. എന്നാൽ നിങ്ങളുടെ പാരന്റ്സ് എന്തായാലും ചൂസ് ചെയ്യുക, ഗവൺമെന്റ് ജോബാണോ പ്രൈവറ്റ് ജോബാണോ? പ്രൈവറ്റ് ആണോ? എവിടെയോ പ്രൈവറ്റ് ആണ്, അങ്ങനെയൊന്നും ഇല്ല. നമ്മള് സന്തോഷമായിട്ട് ജീവിക്കാൻ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് പ്രൈവറ്റ് ജോലി ആണെങ്കിലും പബ്ലിക് ജോലിയാണ് ഗവൺമെന്റ് ജോലി ആണെങ്കിലും ഒരുപാട് സ്ട്രെസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് ഏറ്റവും വേണ്ടത് നമ്മുടെ പാർട്ട്ണറെ നമ്മളെ നന്നായിട്ട് നോക്കുക, ആ ഒരു ഇതാണ്. ജോലിയിലല്ല കാര്യം. എന്നാലും ഇപ്പൊ എന്തുകൊണ്ടായിരിക്കും മാതാപിതാക്കൾ ഈ ഗവൺമെന്റ് ജോലി ഉള്ളവരെ മാത്രം നോക്കിയെടുക്കുന്നതിനുള്ള റീസൺ? അത് അവരുടെ പണ്ട് കാലത്തെ ഒരു രീതി അങ്ങനെയാണല്ലോ. ഗവൺമെന്റ് ജോബ് ഉള്ളവരെ ലൈഫ് സെക്യൂർ ആയിരിക്കും, അങ്ങനെയൊക്കെ അവരുടെ അതായിരിക്കും. ഇവിടെ എങ്ങനെയാണോ തോന്നുന്നത്? അതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഫിനാൻഷ്യലി എന്തെങ്കിലും ഇപ്പോൾ ലോണ് അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നാൽ തന്നെ നമുക്കൊരു ഗവൺമെന്റ് ജോലി എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രൈവറ്റ് ആകുമ്പോൾ നമുക്ക് അഡീഷണൽ ലീവ് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ, പ്രഷർ ഉണ്ടാവും. ഗവൺമെന്റ് ജോലിക്കാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ലീവ് എടുക്കാം. വലിയ പ്രഷർ കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. അതാണ് പൊതുവെ എല്ലാവരും ഗവൺമെന്റ് ജോലി പ്രിഫർ ചെയ്യുന്നത്. പ്രൈവറ്റ് ജോബ് ഉള്ള ഒരാളെയാണോ അതോ ഗവൺമെന്റ് ജോബ് ഉള്ള ആളെയാണോ പ്രിഫർ ചെയ്യണത്? അത് ഏതാണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലും ജോബ് സ്റ്റെബിലിറ്റി ഉള്ള ഒരാളെയാണ് പ്രിഫർ ചെയ്യുന്നത്. എന്തുകൊണ്ടായിരിക്കും പാരന്റ്സ് ഗവൺമെന്റ് ജോലി ഉള്ള ഒരാൾക്ക് പെണ്ണിനെ കൊടുക്കുന്നത്? സ്റ്റെബിലിറ്റി, ഓഫ് കോഴ്സ് സ്റ്റെബിലിറ്റി ആണ്. നമ്മൾ എപ്പോഴും എക്കണോമിക്കലി സ്റ്റേബിൾ ആണോ എന്നുള്ളതുകൊണ്ടായിരിക്കണം. സ്റ്റെബിലിറ്റി ആണ് മെയിൻ ആയിട്ട് ആൾക്കാർ നോക്കുന്നത്. നിങ്ങൾക്ക് ഒരു ഗവൺമെന്റ് ജോലി ഉള്ള ഒരാളെ വേണമെന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഗവൺമെന്റ് ജോബ് അങ്ങനെ തോന്നിയിട്ടില്ല, പക്ഷെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളെ വേണമെന്ന് തോന്നിയിട്ടുണ്ട്. അതെ അതെ, അതാണ് മെയിൻ ആയിട്ട് വേണ്ടത്. അതെ, അത് പ്രൈവറ്റ് ആയാലും കുഴപ്പമില്ല. ഇല്ല ഇത് തുടർച്ചയായിട്ട് ഇൻകം ഉള്ള ഒരാളായിരിക്കും നല്ലത്. ഗവൺമെന്റ് ജോബ് ആയിട്ട് ഒരു ആളെയാണോ പ്രൈവറ്റ് ജോബ് ഉള്ള ഒരാളെ നിങ്ങൾ പ്രിഫർ ചെയ്യുക കല്യാണം കഴിക്കാൻ? അങ്ങനെയൊന്നുമില്ല. ജോലി മതി, ഗവൺമെന്റ് ജോബ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്തുകൊണ്ടായിരിക്കും പാരന്റ്സ് ഗവൺമെന്റ് ജോബ് ഉള്ള ഒരു വ്യക്തിനെ ചൂസ് ചെയ്യാനുള്ള കാരണം? മേ ബി ബിക്കോസ് അവരുടെ കുട്ടിയുടെ ഫ്യൂച്ചർ കുറച്ചും കൂടെ ഗവൺമെന്റ് ജോബ് ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കണം. ഞങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ഒരു ജനറേഷനിൽ അതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ടോ? ഗവൺമെന്റ് വേണം, പ്രൈവറ്റ് ആയാലും ഗവൺമെന്റ് ആയാലും എല്ലാം ഓക്കെ. നിങ്ങൾ എങ്ങനെ പ്രിഫർ ചെയ്യണ ഗവൺമെന്റ് ജോലിയോടാണ്? ഞങ്ങൾക്ക് ഇങ്ങനെ ഇല്ല. പ്രൈവറ്റ് ആണെങ്കിലും നമ്മളൊരു നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ളൊരു ജോലിയാണല്ലോ നോക്കുന്നത്. ഗവൺമെന്റ് ജോലിനോട് അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. ഇൻട്രസ്റ്റ് ഇല്ല. ഗവൺമെന്റ് ജോലി ഉള്ള ഒരാളെയാണോ പ്രൈവറ്റ് ജോലി ഉള്ള ഒരാളെയാണോ പ്രിഫർ ചെയ്യുക കല്യാണം കഴിക്കാൻ? അങ്ങനെയൊന്നുമില്ല. If you know how to manage your money, that's up to you. Your job's up to you. എന്തുകൊണ്ടായിരിക്കും പാരന്റ്സ് ഗവൺമെന്റ് ജോലി ഉള്ളവർക്കാണ് ഏറ്റവും പെണ്ണ് കൊടുക്കാനുള്ള ഒരു മൈൻഡിൽ നിൽക്കുന്നത്? അത് ചിലപ്പോൾ പെൻഷനൊക്കെ വരുന്നുണ്ട്, പിന്നെ സ്റ്റെബിലിറ്റി പ്രോബ്ലി ബിക്കോസ് ഓഫ് ദാറ്റ്. നിങ്ങളുടെ ഒരു ഇതിൽ നിങ്ങൾക്ക് ഏത് ജോലി ചെയ്യാനാണ് താല്പര്യം? ഗവൺമെന്റ് ആണോ പ്രൈവറ്റ് ആണോ? പ്രൈവറ്റ്. എങ്ങനത്തെ? എനിക്ക് സോഷ്യൽ വർക്ക് ഇഷ്ടമാണ്. ഇഷ്ടം. ഗവൺമെന്റ് ജോലിനോട് താല്പര്യമൊന്നുമില്ല. ഗവൺമെന്റ് ജോബ് ഉള്ള ഒരാളാണോ പ്രൈവറ്റ് ജോബ് ഉള്ള ഒരാളാണോ പ്രിഫർ ചെയ്യുക? ഞാൻ മാരീഡാണ്. എൻ്റെ ഹസ്ബൻഡിന് ഗവൺമെന്റ് ജോലിയൊന്നും അല്ല, പുള്ളിക്ക് വെൽഡിംഗ് ആണ് വർക്ക്. അങ്ങനെ ചോദിച്ചാൽ നമുക്ക് ജീവിക്കാൻ പ്രാപ്തി ഉണ്ടെങ്കിൽ നമ്മൾ ഏത് ജോബും. എന്തുകൊണ്ടായിരിക്കും പാരന്റ്സ് ഗവൺമെന്റ് ജോലി ഉള്ളവരെയും കൊണ്ട് കെട്ടിക്കാനായിട്ട് നോക്കുന്നത്? അത് ചിലവര് പാരന്റ്സ് എന്ന് പറയുമ്പോൾ നല്ല രീതിക്ക് നല്ല ഇതിൽ ജീവിക്കണം, പൈസക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്, അങ്ങനത്തെ ഇതിലൊക്കെയാണ് കൂടുതലും മാതാപിതാക്കൾ അങ്ങനെ പറയുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ ഒരു കല്യാണം കഴിച്ചെന്ന് സ്ഥിതി നോക്കുകയാണെങ്കിൽ പൈസ മാത്രം മതിയോ ശരിക്കും പറഞ്ഞെങ്കിൽ ഒരു റിലേഷൻഷിപ്പില്? അല്ല, സമാധാനം വേണം. അത് പൈസ ഉണ്ടായിട്ട് കാര്യമില്ല, പൈസ ഉള്ളവർക്ക് സമാധാനമൊക്കെ ഉണ്ടാവും. ഹാപ്പിനെസ് ലവ് അല്ലേ ശരിക്കും പറഞ്ഞെങ്കിൽ ഒന്നിക്കുമ്പോ ഏറ്റവും കൂടുതൽ വേണ്ടത്? പൈസ എന്ന് പറഞ്ഞ സെക്കൻഡറി, ഇപ്പൊ രണ്ടുപേരും അധ്വാനിച്ചാൽ ഉണ്ടാക്കാവുന്ന ഒരു കാര്യമല്ലേ? അത് ശരിയാണ്, പക്ഷെ ഹാപ്പിനെസ് ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല. അത് ലൈഫിൽ എനിക്ക് നല്ല രീതിക്ക് കിട്ടിയിട്ടുള്ളതാ, അതുകൊണ്ട്
ഞാൻ അങ്ങനെ പറയുന്നു. മറ്റുള്ളവരുടെ രീതി എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഓരോരുത്തർക്കും ഓരോരോ മൈൻഡല്ലേ. അപ്പൊ ഒരു ജോബ് എന്തായാലും വേണം. ആ, ജോബ് വേണം. ജോബില്ലാതെ നമുക്ക് പറ്റത്തില്ല. അങ്ങനെ ജീവിച്ചു പോകണ്ടേ. പ്രൈവറ്റ് ജോബുള്ള ഒരാളാണോ ഗവൺമെന്റ് ജോബുള്ള ഒരാളാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുക കല്യാണം കഴിക്കാൻ? അങ്ങനെയൊന്നും ഇല്ല. എങ്ങനെയായാലും നമ്മളായിട്ട് അഡ്ജസ്റ്റ് ആയി പോകുന്ന എന്ത് ജോലിയുള്ള ആളാണെങ്കിലും വി ആർ ഫൈൻ. എന്താണ് ഈ ഗവൺമെന്റ് ജോലിയുള്ള ഒരാൾക്കാണ് ഒരു മാതാപിതാക്കൾ പെണ്ണിനെ കൊടുക്കുന്നത്? ഇല്ല, ഇപ്പൊ അതൊക്കെ പിന്നെയും മാറിയിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ട്. അതായത് ഒരു ജോലിയുള്ള ഒരാൾക്ക് ആണെങ്കിൽ കൂടുതൽ എന്താ പറയുക ഇംപ്രഷൻ ഉണ്ടാവുള്ളൂ അവർക്ക്. ഇല്ല, എന്തോ നമ്മൾക്ക് പ്രൈവറ്റ് സെക്ടറിലുള്ള ആൾക്കാർ നല്ലോണം ഏൺ ചെയ്യുന്നു. ഏണിംഗ് ആണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൽ ഏൺ ചെയ്യുന്നുണ്ടല്ലോ. ഈ സെക്യൂരിറ്റിയുടെ രീതിയിലാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ സെക്യൂർ ആവുന്ന രീതിയിൽ ഏൺ ചെയ്യുന്ന ഒരാളായാൽ മതി. അതിനിപ്പം കറക്റ്റായ രീതിയിൽ അത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾ ഗവൺമെന്റ് ജോലിക്കാരൻ തന്നെ ആവണമെന്നൊന്നുമില്ല. ഏൺ ചെയ്യാ ഉദ്ദേശിച്ചിട്ടാണ് പാരന്റ്സിന് ആ ഒരു കൺസിഡറേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ഏണിംഗ് ഉണ്ട് എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാം അവർക്കറിയില്ലെങ്കിൽ.